ഹലോ ചങ്ങകളെ, ഞാനിപ്പോൾ നിൽക്കുന്നത് കേരളത്തിൽ തന്നെ പ്രശസ്തമായ ശിവക്ഷേത്രങ്ങളിൽ ഒന്നായ ഐരാണിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിന് മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഉത്സവം തുടങ്ങിയിട്ട് കുറേ ദിവസമായിട്ടോ. അപ്പോൾ ഇന്ന് കാർത്തികയാണ്. കാർത്തികയ്ക്ക് വന്നതാണ് ഞാനും മക്കളും കൂടിയിട്ട്. 10 ആനയുടെ ഉത്സവമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അമ്പലം പുതുക്കി പണിതിട്ടുണ്ട്. ഈ ഒരു കൊല്ലം കൊണ്ട് അമ്പലം പുതുക്കി പണിതാണ്. ആ പഴമയുടെ ആ ചാരുത വിടാതെ തന്നെ മനോഹരമാക്കി തന്നെ പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പുതുക്കി പണിതേക്കണേ. അപ്പം ഇന്ന് കാർത്തികയ്ക്ക് വന്നതിന് മുമ്പുള്ളൊരു ദൃശ്യമാണ് ഈ കാണുന്നത്. നമ്മൾ ഐരാണിക്കുളം അമ്പലത്തിൽ ഇന്ന് കാർത്തികയാണ്. അപ്പോൾ ഞാനിവിടെ വന്നേക്കാണ് ഉത്സവം കാണാനായിട്ട്. അപ്പോൾ ഞങ്ങൾ സ്ഥിരമായിട്ട് എല്ലാ കൊല്ലം വരാറുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പതിവ് പോലെ വന്നിട്ടുണ്ട്. ഞാനും എൻ്റെ ഏഞ്ചൽസൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കാർത്തിക ദീപം കത്തിക്കാനുള്ള പരിപാടി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ലൈറ്റൊക്കെ ഓഫാകും. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ദീപത്തിൻ്റെ അടുത്ത് വന്ന് നമ്മളിങ്ങനെ നിൽക്കുന്നുണ്ട്. ഇത് കത്തിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇങ്ങനെ തമ്പടിച്ച് നിൽക്കുന്നുണ്ട്. ലൈറ്റൊക്കെ ഇപ്പോൾ ഓഫാകും. അപ്പോൾ നമ്മൾ ദീപം കത്തിക്കാനുള്ള പരിപാടി നിൽക്കുകയാണ്. അപ്പോൾ ഇത് ലൈറ്റൊക്കെ ഓഫായി കഴിയുമ്പോൾ നല്ല രസമായിരിക്കും ഇവിടെ കാണാം. മൊത്തം ഇരുട്ടിലേക്ക് ഇങ്ങനെ കുഞ്ഞു ദീപങ്ങൾ കത്തി വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമുക്കൊന്ന് കാത്തു നിൽക്കാം. ഇപ്പോൾ ലൈറ്റൊക്കെ ഓഫ് ആവണത് കേട്ടോ. ഓക്കെ, അപ്പം എല്ലാവരും ലൈറ്റൊക്കെ ഓഫ് ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഞാനും കാത്തു നിൽക്കുകയാണ് കേട്ടോ. കാരണം കുറേ തിരികൾ ഈ അമ്പലത്തിന് ചുറ്റും കുറേ തിരികൾ പല സ്ഥലത്തായിട്ട് തിരികൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ അമ്പലത്തിൻ്റെ ശ്രീകോവിലാണ് ആ കാണുന്നത് കേട്ടോ. അതാണ് പുതുക്കി പണിതത്. ഇപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ നമ്മൾ ആ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ നിന്നാണ് തിരികൾ പുറത്തേക്ക് ഒരു തിരി കത്തിച്ച് ശാന്തി പുറത്തേക്ക് കൊണ്ടുവരും. അപ്പോൾ ഈ വിളക്കിൻ്റെ അടുത്താണ് ഞാൻ നിൽക്കുന്നത്. ഈ വിളക്ക് കത്തിക്കാനാണ് എൻ്റെ തീരുമാനം. അപ്പോൾ ഞാനും മക്കളും വന്നപ്പോൾ തുടങ്ങി ഈ വിളക്കിൻ്റെ അടുത്ത് ഞങ്ങളിങ്ങനെ തമ്പടിച്ച് നിൽക്കുകയാണ്. എല്ലാ കൊല്ലം വരാറുണ്ട് കേട്ടോ. ഞങ്ങളിങ്ങനെ തിരി കത്തിക്കാനായിട്ട് കാർത്തികയ്ക്ക് ഞാനും മക്കളും കൂടിയിട്ട് എല്ലാ കൊല്ലം വരാറുണ്ട്. അതൊരു പ്രത്യേക ഒരു സന്തോഷമാണ്, ഒരു പോസിറ്റീവാണ്. ഓം നമഃശിവായ എന്നുള്ള ഒരു മന്ത്രധ്വനികളോട് കൂടി ലൈറ്റൊക്കെ ഓഫ് ചെയ്യുമ്പോൾ ഓം നമഃശിവായ എന്നുള്ള മന്ത്രധ്വനി കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു വല്ലാത്തൊരു എന്താ പറയാന്നറിയില്ല, അത്രയൊരു സന്തോഷമാണ്. അപ്പോൾ ആനകളൊക്കെ ഉണ്ട്. ആനകളൊക്കെ പുറത്ത് പോയതിന് ശേഷം ലൈറ്റ് ഓഫ് ചെയ്യുള്ളൂ. ഉത്സവത്തിൻ്റെ ആ ഒരു കൊട്ടും മേളൊക്കെ ഇപ്പോൾ കഴിഞ്ഞൊന്ന് സൈലൻ്റ് ആയിട്ടുണ്ട്. ആനകളൊക്കെ പുറത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. 10 ആന ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും ഇങ്ങനെ എന്താ പറയുക, ഒരു വളരെ ഒരു സന്തോഷത്തോടു കൂടി ഒരു പ്രത്യേക ഒരു മാനസികാവസ്ഥയാണ് ഈ സമയത്ത് എല്ലാവർക്കും. ഒരു എന്താ പറയുക, ഒരു ആ പ്രാർത്ഥന നിർഭരമായൊരു ടൈമാണ് ഇപ്പം നമുക്ക് കേൾക്കാം. ഓം നമഃശിവായ എന്നുള്ള ആ ഒരു മന്ത്രത്തിന് ഇപ്പം നമുക്ക് എല്ലാവർക്കും കേൾക്കാം. അപ്പം ആനകളെല്ലാം പുറത്തേക്ക് പോയി കഴിയാറായി. ഇപ്പം ലൈറ്റൊക്കെ ഓഫ് ആവുന്നതായിരിക്കും. ഞാനും വളരെ അക്ഷമയോട് കൂടി കാത്തിരിക്കുകയാണ് കേട്ടോ. ലൈറ്റ് ഇപ്പം ഓഫാവും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഞങ്ങൾ ആ വിളക്കിൻ്റെ അടുത്ത് മാറുന്നില്ല. കാരണം വേറെ ആരും വന്ന് നിൽക്കാൻ പാടില്ലല്ലോ. അപ്പം എല്ലാവരും തിരികളുടെ അടുത്ത് വന്ന് ഇങ്ങനെ എല്ലാവരും നിൽക്കണം കേട്ടോ. വരിയായിട്ട് ഈ അമ്പലത്തിന് ചുറ്റും തിരികളാണ്. അപ്പോൾ ലൈറ്റൊക്കെ ഓഫായിട്ടുണ്ട് ചങ്കളെ. ഇപ്പോൾ ഓം നമഃശിവായാന്ന് അവിടെ മന്ത്രധ്വനി കേൾക്കുന്നുണ്ട്. പക്ഷേ മൊത്തത്തിലൊരു സൗണ്ടിൻ്റെ ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. നമ്മുടെ ഫോണിൻ്റെ കൂടി കുഴപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലിയർ ആവുന്നില്ല കേട്ടോ. അപ്പോൾ ഓം നമഃശിവായ എന്നുള്ള മന്ത്രധ്വനി നമ്മൾ അവിടെ കേട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. തിരി പുറത്തേക്ക് ഇപ്പോൾ ശാന്തി തിരി പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം കേട്ടോ. ശ്രീകോവിലിൻ്റെ ഉള്ളിൽ നിന്നാണ് തിരി പുറത്തേക്ക് കൊണ്ടുവരിക. ആ തിരിയിൽ നിന്നായിരിക്കും എല്ലാ ദീപങ്ങളും കത്തിക്കുന്നത്. അപ്പോൾ തിരി പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഓരോരുത്തരായിട്ട് ഇങ്ങനെ തിരികൾ പാസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാനും പോയിട്ടൊരു തിരി എടുക്കാനായിട്ട് അങ്ങോട്ട് പോകട്ടെ. കാരണം ഇങ്ങോട്ടേക്ക് എത്തുമ്പോഴേക്കും കുറേ സമയം എടുക്കും. ലക്ഷക്കണക്കിന് എന്താ പറയുക, ഒരുപാട് എത്ര എണ്ണം ഉണ്ടെന്ന് പോലും എനിക്ക് എണ്ണം പറയാൻ പറ്റില്ല. അത്രയും ദീപങ്ങളാണ് കൊളുത്താനായിട്ട് പോകുന്നത്.
ഇപ്പോൾ ഇത് തെളിഞ്ഞ് തെളിഞ്ഞ് വരുന്നുണ്ട്. മനോഹരമായിട്ടൊരു കാഴ്ച തന്നെയാണത്. ഞാനൊരു തിരി പോയിട്ട് ഞാൻ എടുത്തുകൊണ്ട് വരികയാണ് ഇങ്ങോട്ടേക്ക്. അപ്പോൾ ദീപം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദീപം ഞാൻ അവിടെ നിന്ന് പോയി എടുത്ത് ഞാൻ അവിടെ പോയി ദീപം എനിക്ക് കിട്ടി. അപ്പോൾ നമുക്കത് കത്തിക്കാം, ഓരോന്നായിട്ട് കത്തിക്കാം. എൻ്റെ കൂടെ മക്കളുണ്ട് കത്തിക്കാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് ദീപം ഞാൻ കത്തിച്ച് ആ വിളക്കുമേലെ. അപ്പം എൻ്റെ മക്കളുണ്ട് കൂടെ. എൻ്റെ അദീന മോളാണ് ഇപ്പോൾ അടുത്ത തിരി കത്തിക്കുന്നത്. അലീന മോളുണ്ട്. എൻ്റെ പൊന്നൂസാണ് ക്യാമറ പിടിക്കുന്നത്, അതുകൊണ്ട് അവൾക്ക് ദീപം കത്തിക്കാൻ പറ്റിയില്ല, പാവം. അവൾ ലാസ്റ്റ് പിണങ്ങിപ്പോയി ദീപം കത്തിക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ. അപ്പം എല്ലായിടത്തും ദീപം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കൂടി വന്ന് വളരെ പ്രകാശമായിട്ട് കാണുന്നുണ്ട്. മനോഹരമായിട്ടുള്ളൊരു കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് ശരിക്കും പറഞ്ഞാൽ. നിമിഷം നമ്മുടെയൊക്കെ മനസ്സിൽ ഓം നമഃശിവായ എന്നുള്ള ആ ഒരു മന്ത്രധ്വനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ കേൾക്കാൻ പറ്റും. പക്ഷെ ഇവിടെ നമുക്കത് കേൾക്കുന്നില്ല. സൗണ്ടിൻ്റെ ചെറിയ പ്രശ്നമുള്ളതിൻ്റെ പേരിൽ കേൾക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ അമ്പലത്തിന് ചുറ്റും നമുക്ക് കാണാട്ടാ, ഈ ചുറ്റുമുള്ള ദീപങ്ങൾ കത്തിച്ച് വെച്ചേക്കുന്ന ആ ഒരു മനോഹരമായ കാഴ്ച ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നമ്മുടെ വിളക്കിൻ്റെ എല്ലാ ദീപവും ഞങ്ങൾ കത്തിച്ചു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാഴ്ച എന്ന് പറയണത്. എൻ്റെ പൊന്നു ചങ്കുകളെ, കാഴ്ച എന്ന് പറഞ്ഞൊരു ഒന്നൊന്നര കാഴ്ച തന്നെയാണ്. ഐരാണിക്കുളം അമ്പലത്തിലുള്ള ഈ കാർത്തിക വിളക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കൊല്ലങ്ങളായിട്ട് ഞാനും മക്കളും വരുന്നൊരു സംഭവമാണ്. കാരണം എത്ര വയ്യാണ്ടിരുന്നാലും ഈ ഒരു ദിവസം എനിക്കിവിടെ വരണം. എനിക്ക് അത്രയും സന്തോഷം തരുന്നൊരു നിമിഷമാണിത്. കൊച്ചിരുന്നാവും അവയില്ലല്ലേ ഇത് കണ്ടു കഴിഞ്ഞാൽ അവിടെ ബോധം കെട്ടു പോകും. നാളെ കാണുമ്പോൾ
ഇത് വലിക്കല്ല് വോയിസ് ഓവർ ഇടണം. എല്ലാരും മനസ്സിലാക്കിയിട്ടുണ്ട്. അവിടുന്ന് ടെലികാസ്റ്റ് ചെയ്തു ടി വിയിലേക്ക് വേണ്ടിയിട്ട് ചാനലിലേക്ക് വേണ്ടി ഇവിടുന്ന് അങ്ങോട്ടെടുത്ത് നോക്കിയാൽ നല്ല രസമുണ്ട്.